നമസ്കാരം. പ്രധാന വാർത്തകൾ. ജനക്ഷേമ സമിതി സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. നഗരസഭയിൽ മത്സരിക്കുന്ന 9 സ്ഥാനാർത്ഥികളാണ് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ MC കനകാംബരൻ മുമ്പാകെ പത്രിക സമർപ്പിച്ചത്. കൊച്ചിപ്പള്ളി വാർഡിൽ മത്സരിക്കുന്ന KL ഖാലിദ്, താളിക്കാവ് വാർഡിൽ മത്സരിക്കുന്ന KK സുഹേർ, കൊടപ്പറമ്പ് വാർഡിൽ മത്സരിക്കുന്ന AS അറീന, കോട്ടക്ക് താഴെ വാർഡിൽ P ആയിഷ, വെത്തിലപ്പള്ളി ഈസ്റ്റിൽ KM റഷീദ, മുഴത്തറം വാർഡിൽ മത്സരിക്കുന്ന നസീറ മൊയ്തു, അറക്കൽ വാർഡിൽ മത്സരിക്കുന്ന KP എറമു, താണ വാർഡിൽ മത്സരിക്കുന്ന ജനക്ഷേമ സമിതി സ്വതന്ത്രൻ C ഇംതിയാസ് എന്നിവരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. സംഘടനയുടെ കൂടി അവർ പിന്താങ്ങായിട്ട് നിൽക്കുകയാണ്. കോടതിയിലെ കേസിന് എന്തിനാണ് നോക്കുക? എനിക്ക് മനസ്സിലാകുന്നില്ല, ആൾക്കാർ എന്താ ഇത്ര വളരെ ലാഘവത്തോട് കൂടിയിട്ട് ഒരു സാധാരണ ഒരു ഇലക്ഷൻ നമ്മൾ പോകുന്നതാണ്. ഇത് നമ്മൾ ഓരോ മണിക്കൂർ, ഇനിയുള്ള 3 ആഴ്ച ഓരോ മണിക്കൂറും നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നത് തീരുമാനിച്ചുകൊണ്ട് മുമ്പോട്ട് അതിനായിട്ട് ആസൂത്രിതമായിട്ട് നീക്കം ചെയ്യും. വെറുതെ ഒരു പ്രചരണത്തിന് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇതുവരെ ആയിട്ട് ഇലക്ഷൻ നിൽക്കാത്ത ഒരു പ്രസ്ഥാനമാണ്. നമ്മുടെ മേലിൽ ഒന്നും ചൂണ്ടിക്കാണിക്കാനില്ല. നമ്മൾ പ്രസ്ഥാനത്തിൽ എന്തെങ്കിലും പറയാനല്ലാണ്ട് ഇലക്ഷൻ്റെ ആരെങ്കിലും വന്നിട്ട് മോശമായി പോയെന്നോ അല്ലെങ്കിൽ പോരാന്നോ സ്മാർട്ടല്ലാന്നോ ഒന്നും കുറ്റം പറയാൻ. അത് സമയത്ത് നമ്മൾ 100 കൂട്ടം കുറ്റങ്ങൾ മറ്റവരെ പറയാൻ പറ്റും. അത് ഓരോരുത്തരും ഓരോ വാർഡിൽ പോകുമ്പോൾ അതൊക്കെ ഏകദേശം മനസ്സിലാക്കിയിട്ട് വേണ്ട വിധത്തിൽ നോക്കിയിട്ട് കൈകാര്യം ചെയ്യണം. പറയേണ്ടടുത്ത് പറയുകയും ചെയ്യണം, മടിക്കാതെ പറയണം. എന്നിരുന്നാലേ നമ്മൾ ഇതിനൊക്കെ വ്യത്യാസപ്പെട്ട് വരും എന്ന് കാണിച്ചുകൊണ്ട് മുമ്പോട്ട് മനസ്സിലാക്കേണ്ടതില്ല. ഒരു നല്ലൊരു ചാൻസാണ്, ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ആർക്കെങ്കിലും നമ്മുടെ പ്രസ്ഥാനത്തോട് എന്തെങ്കിലും പ്രതിബദ്ധത ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ അവസരം. ചോദ്യത്തിളപ്പിൽ എന്തെങ്കിലും പറയലല്ല കാര്യം, ശരിക്കും ആസൂത്രിതമായി പറഞ്ഞു മുമ്പോട്ട് പോകണം. അതിന് നല്ല കൂട്ടായ്മ ഉണ്ടാകണം. അതിന് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇത് നമ്മൾ ആലോചിക്കേണ്ടത് വെറും ഒരു കസാരക്ക് വേണ്ടിയുള്ള മത്സരമല്ല. ഈ നാട്ടിലുള്ള ഇപ്പം നടക്കുന്ന ഈ സമ്പ്രദായം മാറ്റി ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രയത്നം കൂടിയാണ്. അതിന് ഇൻഷാ അല്ലാഹ് കുറച്ച് തക്കതായ പ്രതിഫലം തരും. അതിനായി ഓരോരുത്തരും കൂട്ടായ്മ ഇറങ്ങിത്തിരിക്കണം. എൻ്റെ എന്താ പറയുക, ആഗ്രഹവും നിങ്ങളുടെ അഭ്യർത്ഥന നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാണ്.